Hello everyone, welcome to my YouTube channel Permafresh. ഐസ് ക്രിസ്റ്റൽസ് ഒന്നും തന്നെ ഫോം ചെയ്യാത്ത ഓരോ ബൈറ്റിലും റോസ്റ്റഡ് നട്ട്സിൻ്റെയും റിയൽ മാംഗോസിൻ്റെയും അസാധ്യ ടേസ്റ്റും റിച്ചും ക്രീമിയുമായിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമേ വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. മാംഗോ ഐസ്ക്രീമിനായിട്ട് 6 മീഡിയം സൈസിലുള്ള പഴുത്ത നല്ല മധുരമുള്ള എന്നാൽ നാരുകൾ കുറവുള്ളതുമായ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 5 എണ്ണം മാംഗോ പൾപ്പിനായും ഒരെണ്ണം വളരെ ചെറിയ പീസസായി കട്ട് ചെയ്ത് ഐസ്ക്രീമിൽ ചേർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് മാംഗോ പൾപ്പാണ് നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. മാങ്ങ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീം 1.5 കപ്പ്, ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വീതമാണ്. ഇത് ടൈഗറിൻ്റെ മാംഗോ മിക്സ് ആണ്. ഇതില്ലെങ്കിൽ മാംഗോ എസൻസും യെല്ലോ ഫുഡ് കളറും 2-3 തുള്ളി വീതം ചേർക്കുക, പെർഫെക്റ്റായി കിട്ടും. ഇത് 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ് ചോപ്പ് ചെയ്തതാണ്. റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഐസ്ക്രീമിൽ ചേർക്കുക. ആദ്യം ഒരു മിക്സിംഗ് ബൗളിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് സോഫ്റ്റ് പീക്സിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഇത് നല്ലപോലെ ഫ്ലഫിയായി വരുമ്പോൾ ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് മാംഗോ പ്യൂരിയാണ്. അതിനുശേഷം മീഡിയം സ്പീഡിലിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. പിന്നീട് ചേർക്കേണ്ടത് ടൈഗറിൻ്റെ മാംഗോ മിക്സ് ആണ്. ഒരു 4 മുതൽ 5 ഡ്രോപ്പ് വരെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എസൻസും അതുപോലെ തന്നെ ഫുഡ് കളറും ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൈറ്റ് കളർ എല്ലാം തന്നെ ഒന്ന് മാറി കിട്ടുന്നതിനായിട്ട് സ്പാച്ചുല കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അടുത്തത് ഇതിൻ്റെ അസംബ്ലിംഗ് പാർട്ടാണ്. സ്കൂപ്പ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ലോഫ് പാനാണ്. നിങ്ങൾക്ക് ഏത് ഡിഷ് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആദ്യം പാനിൽ യെല്ലോ ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു സ്പൂൺ വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ ചെറുതായി കട്ട് ചെയ്ത മാംഗോ പീസസ് ഇട്ട് നിരത്തുക. അതിനുശേഷം റോസ്റ്റഡ് നട്ട്സ് സ്പ്രെഡ് ചെയ്യണം. പിന്നീട് വൈറ്റ് ക്രീം അവിടെ ഇട്ടതിന് ശേഷം ഒരു സ്ക്യൂവറോ മറ്റോ യൂസ് ചെയ്ത് ലൈനോ സർക്കിൾ ഷേപ്പിലോ ഒന്ന് ചുറ്റിച്ചെടുക്കുകയും ചെയ്യുക. വീണ്ടും അടുത്ത ലെയർ ഇട്ട് കൊടുത്ത് പാൻ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇനി ഇതിന് മുകളിൽ ക്ലിംഗ് ഫിലിം ഇട്ട് സൈഡ്സ് എല്ലാം ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം മിനിമം 8 to 9 hours എങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഐസ്ക്രീം സെറ്റായി കഴിയുമ്പോൾ ക്ലിംഗ് ഫിലിം മാറ്റി സ്കൂപ്പർ ഒന്ന് വെള്ളത്തിൽ മുക്കി സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള മാംഗോ ഐസ്ക്രീം ഇപ്പോൾ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.